ഹലോ ഗായ്സ്, അപ്പോൾ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മുടെ വീടിൻ്റെ അടുത്തൊരു പരിപാടി നടക്കുന്നുണ്ട്. അപ്പോൾ ആ പരിപാടിക്ക് നമ്മൾ വന്നേക്കാണ്ട്. അപ്പോൾ ഓണനിലാവ് എന്ന പരിപാടിക്കാണ് നമ്മളിപ്പോൾ ഇവിടെ വന്നിരിക്കുന്നത്. ഓണനിലാവ് ആനത്തടം, തൃശ്ശൂർ ആനത്തടം എന്ന സ്ഥലത്താണ് നമ്മൾ ഈ പരിപാടി ഉള്ളത്. അപ്പോൾ നമുക്ക് കാണാം കേട്ടോ. തിങ്കളേ പൂത്തിങ്കളേ ഇനി ഒളി കണ്ണെറിയരുതേ, ഇവൾക്കൊരുവൻ കിഴക്കുതിച്ചേ. ലെവൻ പാടുന്നു, നീ പാടുപെടും. ഇവിടെ തുടങ്ങാൻ പോകുകയാണ്. അതിനു മുമ്പ് നമുക്ക് കൊമ്പൻസ് ആരാണ് അറിയോ? എല്ലാവർക്കും ഇവിടെ 10 എന്ന ഒരു യുവരശ്മി എന്ന ഒരു ക്ലബിന്റെ ഒരു. എല്ലാവർക്കും നമസ്കാരം. സുരഭി പറഞ്ഞതുപോലെ ആനത്തടം കൊമ്പൻസിൻ്റെ ഓണാഘോഷ പരിപാടികളുടെ ഭാഗമായ ഓണനിലാവ് 2026 ഔദ്യോഗികമായ ഉദ്ഘാടന ചടങ്ങ് നമ്മൾ തുടങ്ങാൻ പോവുകയാണ്. ഓണാഘോഷ പരിപാടികൾ ഇന്ന് രാവിലെ മുതൽ ഈ ഗ്രൗണ്ടിൽ നമ്മൾ തുടങ്ങി. ഒരുപാട് ചെറിയ ചെറിയ കലാപരിപാടികൾ, മത്സരങ്ങൾ എല്ലാം സംഘടിപ്പിക്കുകയുണ്ടായി. അതിനുശേഷം ഈ ഉദ്ഘാടന സമ്മേളനം, അതിനുശേഷം വരുന്ന കലാപരിപാടികൾ, ഓണപ്പാട്ട് പ്രോഗ്രാംസ്, നമ്മളുടെ കുട്ടികളുടെ വിവിധ തരങ്ങളായ കലാപരിപാടികളൊക്കെയാണ് ഇവിടെ നടക്കാനുള്ളത്. അപ്പോൾ അതിലേക്ക് നിങ്ങളെയൊക്കെ സ്വാഗതം ചെയ്യുക എന്ന ഒരു കടമയുമായാണ് ഞാനിവിടെ വന്നിരിക്കുന്നത്. നമ്മുടെ ഇൻട്രൊഡ്യൂസർ പറഞ്ഞതുപോലെ 10-30 വർഷങ്ങൾക്ക് മുമ്പ് തന്നെ, ഒരുപക്ഷെ അതിനു മുമ്പ് ആനത്തടത്തിൻ്റെ ഒരു ചരിത്രം ആലോചിച്ച് നോക്കുമ്പോൾ അതിൽ എക്കാലത്തും കൊമ്പന്മാരുണ്ടായിരുന്നു എന്നുള്ളതാണ് വാസ്തവം. ആനത്തടമാണല്ലോ, കൊമ്പന്മാരില്ലാതിരിക്കാൻ പറ്റില്ല. എല്ലാ കാലത്തും ഈ സമൂഹത്തിൻ്റെ ഒരു ചാലക ശക്തിയായി ഒന്നല്ലെങ്കിൽ മറ്റൊന്ന്, ഒരു പേരിൽ അല്ലെങ്കിൽ മറ്റൊരു പേരിൽ ഏതെങ്കിലും തരത്തിലുള്ള കലാ സാംസ്കാരിക സംഘടനകൾ ആനത്തടത്തിലുണ്ടായിട്ടുണ്ട്. ക്ഷയിച്ചും വളർന്നും പിളരും തോറും വളരുമൊക്കെ ചെയ്തുകൊണ്ട് തന്നെ ഈ സംഘടനകൾ നിലനിന്നു. 10-30 വർഷമായിട്ട് ഈ പറഞ്ഞ പോലെ വളരെ പുറത്തേക്ക് അങ്ങ് പ്രകടമല്ലാത്ത വിധത്തിലാണെങ്കിൽ പോലും ഞാൻ എൻ്റെ ഔദ്യോഗിക കടമയിലേക്ക് കടക്കുകയാണ്. നമ്മളുടെ ഈ സമ്മേളനം ഉദ്ഘാടനം ചെയ്യാമെന്ന് ഏറ്റിരുന്നത് നമ്മളുടെ പ്രിയങ്കരനായ MLA
ശ്രീ തോമസ് ഉണ്ണിയാടൻ അവർകളാണ്. അദ്ദേഹം വന്നു ചേരും എന്ന് നമുക്ക് അറിവ് കിട്ടിയിട്ടുണ്ട്. പക്ഷേ അദ്ദേഹത്തിന് മുഖ്യമന്ത്രി പങ്കെടുക്കുന്ന അതിവിപുലമായ ഒരു പരിപാടി ഇരിങ്ങാലക്കുടയിൽ നടക്കുന്നുണ്ട്. അതിൽ പങ്കെടുക്കേണ്ടത്, അതിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കാൻ പറ്റാത്തത് അദ്ദേഹത്തിൻ്റെ ചുമതലയുടെ കർത്തവ്യബോധത്തിൻ്റെ ഭാഗമായതുകൊണ്ട് അദ്ദേഹം ആ പരിപാടി വൈകുന്നതിനനുസരിച്ച് നമ്മളുടെ പരിപാടിയിൽ പങ്കെടുക്കുന്നതിനുള്ള സമയവും വൈകാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് അദ്ദേഹത്തെ കാത്തു നിൽക്കാതെ അദ്ദേഹം വരുന്ന സമയത്ത് നമുക്ക് അദ്ദേഹത്തിൻ്റെ സൗകര്യത്തിനനുസരിച്ച് നിലവിളക്ക് കൊളുത്തിയുള്ള ഉദ്ഘാടന കർമ്മം നിർവഹിക്കാം. അതേസമയം മറ്റ് പരിപാടികളിലേക്ക് കടക്കാം എന്നുള്ള ഉദ്ദേശത്തിലാണ് നമ്മൾ എത്തിയിരിക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ ഏവരുടെയും അനുവാദത്തോടുകൂടി ഞാൻ നമ്മളുടെ ബഹുമാനപ്പെട്ട പഞ്ചായത്ത് പ്രസിഡന്റ് റോസ്ലി ഫ്രാൻസിസ് അവർകളെ ഈ യോഗത്തിലേക്ക് സഹർഷം ഈ ആനത്തലം കൊമ്പൻസ് ക്ലബിൻ്റെ പേരിലും എൻ്റെ വ്യക്തിപരമായ പേരിലും സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ പ്രസിഡന്റിനെ നമ്മൾക്കെല്ലാവർക്കും അറിയാവുന്നതാണ്. എല്ലാവരും നല്ലോണം കൈയടിച്ച് പ്രോത്സാഹിപ്പിക്കും. പ്രത്യേകിച്ചൊരു മുഖ്യര ആവശ്യമില്ലാത്ത ഒരു വ്യക്തിത്വമാണ്. ഈ വർഷത്തെ മികച്ച മാവേലിക്കുള്ള അവാർഡും നമ്മളുടെ പ്രസിഡന്റിൽ നിന്ന് കിട്ടുമെന്നാണ് ഇപ്പോൾ നമുക്ക് മനസ്സിലാവുന്നത്. മാവേലി നാട് വാഴുന്ന കാലം മനുഷ്യരെല്ലാവരും ഒന്നുപോലെയുള്ള സമസ്ത സുന്ദരമായ ആ കാലത്തിലേക്ക് ആളൂരിൽ നയിക്കാൻ നമ്മുടെ പ്രസിഡന്റിന് കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു. ഞാൻ അടുത്ത സ്വാഗതം ചെയ്യാൻ പോവുകയാണ്. അത് നമ്മളുടെ മെമ്പറും നമ്മൾക്ക് ഏവർക്കും സുപരിചിതരും നമ്മളിൽ ഒരാളായി ഏതൊരു കാര്യത്തിലും പ്രവർത്തിക്കുകയും ഇപ്പോൾ പഞ്ചായത്തിന്റെ വൈസ് പ്രസിഡന്റ് സ്ഥാനം അലങ്കരിക്കുകയും ചെയ്യുന്ന ഷൺമുഖൻ പാർട്ടികൾ അദ്ദേഹത്തെ എൻ്റെ പേരിലും ആനത്തലം കൊമ്പൻസിന്റെ പേരിലും സ്വാഗതം ചെയ്യുന്നു. ഏത് ദുർഘട ഘട്ടത്തിലും അദ്ദേഹത്തിൻ്റെ സേവനം ജനങ്ങൾക്ക് നൽകാൻ പ്രാപ്തയായ സിമ്മി പോളിനെ എൻ്റെയും കൊമ്പൻസ് ആനത്തലം ക്ലബിൻ്റെയും അടുത്തതായി നമ്മുടെ കൊമ്പൻസ് ആനത്തലം ക്ലബിൻ്റെ പ്രോഗ്രാം കൺവീനറായിട്ടുള്ള ശ്രീ ശരത് പത്മനാഭൻ. അദ്ദേഹത്തെ എല്ലാവർക്കും അറിയാം. ഈ നാട്ടിൽ നടക്കുന്ന ഏതൊരു കലാ സാംസ്കാരിക പ്രവർത്തനങ്ങളുടെയും നട്ടലും സിനിമാ മേഖലയിലൊക്കെ ധാരാളം കണക്ഷൻസുള്ള സിനിമ പ്രോഗ്രാം കോർഡിനേറ്ററായിട്ടും സിനിമ പ്രൊഡക്ഷൻ കൺട്രോളറായൊക്കെ പ്രവർത്തിക്കുന്ന ശരത് പത്മനാഭനെ ക്ലബിൻ്റെ പേരിൽ ഈ സ്റ്റേജിലേക്ക് സഹർഷം സ്വാഗതം ചെയ്യുന്നു. എനർജി പോരാണല്ലോ. അങ്ങനെ വേദിയിലിരിക്കുന്ന വിശിഷ്ട വ്യക്തികളെ കൂടാതെ നമ്മളുടെ ക്ലബിൻ്റെ മെമ്പർമാർ, പൊതു യോഗത്തിനെത്തിയിട്ടുള്ള മുഴുവൻ ജനങ്ങൾ, ഈ പരിപാടി ഇവിടെ പരിപാടി അവതരിപ്പിക്കാൻ വരുന്ന മുഴുവൻ കലാകാരന്മാർ, രാവിലെ പങ്കെടുത്ത പരിപാടികളിൽ സമ്മാനിതരായവരും പങ്കെടുത്തവരുമായിട്ടുള്ള മുഴുവൻ കലാകായിക പ്രേമികൾ, സാംസ്കാരിക പ്രവർത്തകർ, എല്ലാ പേരെയും ഒറ്റവാക്കിൽ ക്ലബിന് വേണ്ടിയിട്ട്, ആനത്തലം കൊമ്പൻസ് ക്ലബിന് വേണ്ടിയിട്ട് സഹർഷം സ്വാഗതം ചെയ്തുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. എല്ലാവർക്കും ഓണാശംസകൾ.
ഏതാനും നിമിഷങ്ങൾക്കകം ഇവിടെ എത്തിച്ചേരുന്ന അറിയിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്കിപ്പോൾ അധ്യക്ഷ പ്രസംഗത്തിലേക്ക് സ്റ്റാർട്ട് ചെയ്യാം. അധ്യക്ഷ പ്രസംഗത്തിനായി നമ്മുടെ കോൺഫറൻസിൻ്റെ പ്രോഗ്രാം കോർഡിനേറ്ററായ ശരത് പത്മനാഭനെ ക്ഷണിച്ചോളുന്നു. എല്ലാ നല്ലവരായ നാട്ടുകാർക്കും നമസ്കാരം. നമ്മളിപ്പോൾ പ്രോഗ്രാം തുടങ്ങാൻ വൈകിയതിൻ്റെ ഒരു കാരണം എല്ലാവർക്കും അറിയാലേ. അവിടെ നിലവിലെ മുഖ്യമന്ത്രിയുടെ പ്രോഗ്രാമിൽ മുഖ്യമന്ത്രി എത്തിച്ചേർന്നിട്ടില്ല. ആയതുകൊണ്ട് തന്നെ ഇവിടെ എത്താനും അതനുസരിച്ച് ലാഗാവാൻ സാധ്യതയുണ്ട്. എല്ലാം നമ്മളെ പഠിപ്പിക്കുന്നത് ഒരു കൂട്ടായ്മ, ഒരു സന്തോഷം, എല്ലാവരും ഒന്നിച്ചു നിൽക്കണം, ഒന്നായാലും നന്നായി. എല്ലാവരും ഈ നമ്മുടെ പ്രിയപ്പെട്ട MLA തോമസ് ഉണ്ണിയാണ് സാറ് എത്തിയിട്ടുണ്ട്. ഇരിഞ്ഞാലക്കുടയുടെ വികസന പ്രവർത്തനങ്ങളിലും പൊതുപ്രവർത്തന രംഗത്തും ശ്രദ്ധേയമായ ഇടപെടൽ നടത്തിയിട്ടുള്ള പ്രിയപ്പെട്ട നമ്മുടെ MLA ശ്രീ തോമസ് ഉണ്ണിയാണ് സാറിനെ ഈ വേദിയിലേക്ക് സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്തിരുന്നു. ഇരിഞ്ഞാലക്കുട വലിയ പരിപാടി ICL പിൻകോപ്പ് വലിയ പരിപാടി എല്ലാവർക്കും ഉണ്ടത്. ഞങ്ങളൊക്കെ പഞ്ചായത്തിലൊന്ന് അവർ ക്ഷണിച്ചിട്ടുണ്ടായിരുന്നു. സാറും തിരക്കിലാവുന്ന ഞങ്ങൾ പ്രതീക്ഷിച്ചു. എന്തായാലും സമയത്തിന്
നമ്മുടെ മാവേലി ആരാണെന്ന് എല്ലാവരും ചിന്തിക്കുന്നുണ്ടാവും. അതൊരു സർപ്രൈസാണ്, അവസാനം പറയുള്ളൂ കേട്ടോ. മനസ്സിലായവരാരും വിളിച്ചു പറയരുത്, മനസ്സിലാക്കുക. നമ്മുടെ പ്രിയങ്കരനായ ബഹുമാനപ്പെട്ട MLA ശ്രീ തോമസ് ഉണ്ണിയാണ് സാറിന് പോകേണ്ട തിരക്കുണ്ട്, പറഞ്ഞല്ലോ മുഖ്യമന്ത്രിയുടെ പരിപാടിയുണ്ട് ഇരിങ്ങാലക്കുടയിൽ. അദ്ദേഹം അപ്പോൾ നമ്മളോടെല്ലാം യാത്ര പറഞ്ഞിറങ്ങാണ്. താങ്ക് യു സാർ. ഈ പരിപാടിയിൽ വന്നതിലും പങ്കെടുത്തതിലും നല്ല വാക്കുകൾ സംസാരിച്ചതിലും നന്ദി. ഇനി നമുക്ക് ഓണത്തിന്റെ ആശംസകൾ അർപ്പിക്കുന്നതിനായി നമ്മുടെ വൈസ് പ്രസിഡന്റ് ഷൺമുഖ ആനത്തടം കൊമ്പൻസ്. ഞാൻ പാതാളത്തിൽ നിന്ന് വന്നപ്പോൾ കേരളത്തിലെത്തിയപ്പോൾ എനിക്കൊരു മെസ്സേജ് വന്നു, ഇവിടെ ആനത്തടം ചെറിയ കൊമ്പന്മാരും വലിയ കൊമ്പന്മാരൊക്കെ ഒരുമിച്ച് കൂടിയിട്ടുണ്ടെന്ന്. തീർച്ചയായിട്ടും കൂട്ടായ്മകളെ ഒരുപാട് ഇഷ്ടപ്പെടുന്ന ഒരാളാണ് മഹാബലി. തീർച്ചയായും നിങ്ങളുടെ ഈ കൂട്ടായ്മയെ ഞാൻ അഭിനന്ദിക്കുന്നു. ഓണം പലരും മറന്നു തുടങ്ങിയെങ്കിലും ഓണത്തിൻ്റെ ആഘോഷങ്ങൾ നിങ്ങളായിട്ട് കൂടുതൽ സ്മരണകളായിട്ട് ഒരുപാട് നല്ല നല്ല ഓർമ്മകളായിട്ട് നിങ്ങളുടെ ഈ കൂട്ടായ്മയ്ക്ക് എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് നന്ദി, നമസ്കാരം. ഈ പരിപാടിയിലേക്ക് നമുക്ക് സ്പോൺസർഷിപ്പ് തന്നിട്ടുള്ള ഒരുപാട് മെമ്പേഴ്സ് ഉണ്ട്, ഒരുപാട് ഷോപ്പുകളുണ്ട്. അതിൽ മെയിൻ സ്പോൺസർഷിപ്പ് നമുക്ക് തന്നിരിക്കുന്നത് 90+ മൈ ട്യൂഷൻ ആപ്പാണ്. കൂടാതെ നമുക്ക് കൃഷ്ണ ജ്വല്ലറി, സയാറ ഗോൾഡൻ ഡയമണ്ട്സ്, ശില്പി ജ്വല്ലറി, ശ്രീലക്ഷ്മി സിൽക്സ്, അങ്ങനെ ഒരുപാട് പേരുടെ ഒരു കൂട്ടായ്മയുണ്ട് ഈ സ്പോൺസർഷിപ്പിൽ. എല്ലാവർക്കും നന്ദി പറയുന്നു. ഒരു നാടിൻ്റെ അഭിമാനമാണ് വിവിധ കായിക ഇനങ്ങളിൽ തെളിയിക്കുന്നവർ. ഈ കായിക പ്രതിഭകൾക്ക് ആവശ്യമായ പ്രചോദനം നൽകേണ്ടത് നമ്മുടെ ഉത്തരവാദിത്യമാണ്. കായിക രംഗത്തെ നേരിട്ട് മനസ്സിലാക്കുകയും ചെറുപ്പം മുതൽ എല്ലാ പരിപാടികളിലും സജീവമായി പങ്കെടുക്കുകയും ചെയ്തിരുന്ന ശ്രീ ചലൻ ജലത്താനാണ് കായിക താരങ്ങൾക്കുള്ള സമ്മാനങ്ങൾ സ്പോൺസർ ചെയ്യുന്നത്. സമ്മാനങ്ങൾ ഹാൻഡ് ഓവർ ചെയ്യുന്നതിനായി ശ്രീ ചലൻ ജലത്താടിനെയും കായിക താരങ്ങളെ ആദരിക്കുന്നതിനായി ശ്രീമതി റോസ്ലി ഫ്രാൻസിസ് മാഡത്തിനെയും ക്ഷണിച്ചോളുന്നു. ആദ്യമായി സമ്മാനം കൊടുത്ത് ആദരിക്കുന്നത് മിസ്റ്റർ ജസ്റ്റിൻ ജോസ് പീറ്റപ്പറമ്പിൽ. He is the world master world arm wrestling champion in 2026 year 100 kilo category. ഓണാശംസകൾ നേരുകയാണ്. നമുക്കറിയാം, നമ്മുടെ ഈ നാടിൻ്റെ സ്പന്ദനമായി അല്ലെങ്കിൽ വരും തലമുറയുടെ പുരോഗതിക്കും വളർച്ചയ്ക്കും നമ്മളിന്ന് നല്ല ഒരു രൂപം കൊടുത്ത മുൻകാലങ്ങളിലുള്ളതും ഇന്ന് വളരെയധികം മനോഹരമായി മുന്നോട്ട് പോകുന്നതുമായ ഒരു മഹാപ്രസ്ഥാനമാണ് ആനത്തടം കൊമ്പൻസ്. ഈ ആനത്തടം കൊമ്പൻസിൻ്റെ ഇത്രയും മനോഹരമായ പ്രൗഢഗംഭീരമായ ഒരു വേദിയിൽ വെച്ച്, അതും എൻ്റെ സ്വന്തം
എന്നെ ഞാനാക്കിയ എനിക്ക് വേണ്ട എല്ലാ പിന്തുണയും പ്രോത്സാഹനങ്ങളും തന്ന് എൻ്റെ വീടിൻ്റെ മുറ്റത്ത് എന്നും കാണുന്ന നമുക്ക് അത്രയ്ക്കധികം വൈകാരിക അടുപ്പമുള്ള നിങ്ങളുടെ മുന്നിൽ നിന്നുകൊണ്ട് ഈ ഒരു ആദരവ് അല്ലെങ്കിൽ ഈ ഒരു സമ്മാനം നേടാൻ കഴിഞ്ഞത് എൻ്റെ ഏറ്റവും വലിയ ഭാഗ്യമായി കരുതുന്നു. ഏതൊരു കായിക താരത്തിനും ഈ ലോകത്തിൻ്റെ ഏത് കോണിൽ പോയാലും സ്വന്തം നാട്ടിൽ സ്വന്തം വീടിൻ്റെ അടുത്ത് ലഭിക്കുന്ന അംഗീകാരമാണ് ഏറ്റവും വലുത്, ഏറ്റവും സന്തോഷമുള്ളത്. ഈ ഒരു സാഹചര്യം ഒരുക്കിയ കൊമ്പൻസിൻ്റെ എല്ലാ നേതൃത്വത്തിനോടും അതേപോലെ എല്ലാ ഭാരവാഹികളോടും എൻ്റെ നന്ദി ഞാൻ അറിയിക്കുന്നു. എനിക്ക് നമ്മുടെ കുട്ടികളോട് പറയാനായിട്ടുള്ളത്, നമുക്ക് ഒരുപാട് അവസരങ്ങൾ നമ്മുടെ മുന്നിലുണ്ട്. ഇന്നിപ്പോൾ ഞാൻ നിങ്ങളുടെ മുന്നിൽ നിൽക്കുന്നത്, ഞാൻ എൻ്റെ മുന്നിലിരിക്കുന്ന ഓരോരുത്തർക്ക് എന്നിലധികം കഴിവുണ്ടെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ്. കാരണം ഒരു 2 മിനിറ്റ് കിട്ടാം, അതോടുകൂടി ഓക്കെ. ഞാൻ എൻ്റെ 10ാം ക്ലാസ് വരെയുള്ള എൻ്റെ ജീവിതത്തിൽ ഒരു ഉപജില്ലാ കായികമേളയിൽ ഒരു മെഡൽ എന്നത് എൻ്റെ സ്വപ്നമായിരുന്നു. അടുത്തതായി ജീസ് മരിയ ബിജു. ഷീ ഈസ് വൺ ഓഫ് ദ നാഷണൽ ലെവൽ ഹൈ സ്കൂൾ ഫുട്ബോൾ പ്ലെയർ. പാർട്ടിസിപ്പേഷൻ അറ്റ് മണിപ്പൂർ 2025-2026. ക്ലാപ്പ് പോരാട്ടാ, എനർജി പോയി കൊണ്ടിരിക്കണ, നല്ലൊരു ക്ലാപ്പ് കൊടുക്കണം. അടുത്തതായി അനീറ്റ സിജോ, കേരള ഫുട്ബോൾ അസോസിയേഷൻ ടീം മെമ്പർ ആൻഡ് നാഷണൽ ഫുട്ബോൾ ടീം പാർട്ടിസിപ്പന്റ്. പ്രസിഡന്റിന് താങ്ക്സ് പറയുന്നു. അടുത്തതായി, ഒരു കുട്ടിയുടെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകങ്ങളിൽ ഒന്നാണ് വിദ്യാഭ്യാസം. അതിലൂടെ കുട്ടികൾ ശരിയും തെറ്റും തിരിച്ചറിഞ്ഞ് സമൂഹത്തിൽ ഉത്തരവാദിത്തമുള്ള വ്യക്തികളായി മാറുന്നു. നമ്മുടെ നാട്ടിലെ കുട്ടികളുടെ വിദ്യാഭ്യാസ മുന്നേറ്റത്തിനും അവരുടെ ഭാവിക്കും പ്രാധാന്യം നൽകിക്കൊണ്ട് ഈ പരിപാടിയുടെ പ്രധാന സ്പോൺസർമാരായ 90+ നമ്മോടൊപ്പം ചേരുകയാണ്. കേരളം, ഡൽഹി, GCCയിലും ഉയർന്ന മാർക്കോടുകൂടി വിജയം കരസ്ഥമാക്കാൻ 90+ മൈ ട്യൂഷൻ ആപ്പ് കുട്ടികളെ സഹായിച്ചിട്ടുണ്ട്. വ്യത്യസ്തമാർന്ന പഠന രീതികളിലൂടെയും പഠന വിഷയങ്ങളെ എളുപ്പത്തിൽ ചിത്രീകരിച്ചും വിദ്യാർത്ഥികളുടെ മനസ്സിനുള്ളിൽ 90+നെ കയറിപ്പറ്റാൻ സാധിച്ചിട്ടുണ്ട്. ഇന്ന് നമ്മുടെ നാട്ടിലെ മികച്ച വിജയം നേടിയ കുട്ടികളെ ആദരിക്കുന്ന ഈ പുരസ്കാര വിതരണ ചടങ്ങിലേക്ക് സമ്മാനങ്ങൾ സ്പോൺസർ ചെയ്യുന്നത് 90+ന്റെ ഡയറക്ടർ എന്ന നിലയിൽ ശ്രീ സന്തോഷ് സുകുമാരനാണ്. സമ്മാനങ്ങൾ ഹാൻഡ് ഓവർ ചെയ്യുന്നതിനായി ശ്രീ സന്തോഷ് സുകുമാരനെയും ഉപഹാരം നൽകുന്നതിനായി നമ്മുടെ ബഹുമാന പ്രിയപ്പെട്ട വൈസ് പ്രസിഡന്റ് ശ്രീ ഷൺമുൻ സാറിനെയും ക്ഷണിച്ചുകൊള്ളുന്നു. ആദ്യമായി SLC ഫുൾ A+ നേടിയ AR ഗായത്രി, ശിവപ്രിയ KR, നീലാഞ്ജന TS. AR ഗായത്രി, ശിവപ്രിയ KR, നീലാഞ്ജന TS. നീലാഞ്ജന TS. അടുത്തതായി +2 ഫുൾ A+ നേടിയ SR ഇൻഡോ, ശ്രീലക്ഷ്മി RT, അരവിന്ദ് ഷാജു M. സമ്മാനങ്ങൾ കൊടുക്കുന്നതിനായി നമ്മുടെ 5ാം വാർഡ് പ്രിയപ്പെട്ട മെമ്പറായ സിനി പോളി ക്ഷണിച്ചുകൊള്ളുന്നു. SR ഇൻഡോ.
SR Indo, Srilakshmi Aarti, Srilakshmi Aarti, Aravind Shaju M. Clap para. ഇവർക്ക് ഇത്ര മികച്ചമായ വിജയം നേടുന്നതിന് നല്ലവണ്ണം ഹാർഡ് വർക്ക് ചെയ്തിട്ടുണ്ട്. എല്ലാ കുട്ടികൾക്കും ഒരു മാതൃകയാണ്. അപ്പൊ നല്ല ക്ലാപ്പ് കൊടുക്കണവർക്ക് അല്ലേ? അതുപോലെ തന്നെ നമ്മുടെ മാവേലി നമ്മുടെ വേദി വിട്ട് പോവുകയാണ് അടുത്ത സ്ഥലത്തേക്ക്. കൂട് വിട്ട് കൂട് മാറുകയാണ്. കാരണം വെച്ച് കഴിഞ്ഞാൽ ഒരു അരമണിക്കൂർ മുൻപാണ് മാവേലി നമ്മളെ കോണ്ടാക്ട് ചെയ്യുകയും ആ കോണ്ടാക്ട് ചെയ്യുന്നതിനായി അതൊരു അവസരം ഒരുക്കിയത് റോയ് കളത്തിങ്കലാണ്. റോയ് എന്നെ വിളിച്ചു, മാവേലിനെ അങ്ങോട്ട് വിടട്ടെ. ഓക്കെ, മാവേലിക്ക് ഓൾറെഡി നമ്മുടെ ചേട്ടന് ഓൾറെഡി ക്ഷണം കൊടുത്തിട്ടുണ്ടായിരുന്നു. പക്ഷേ മാവേലിയായിട്ടല്ല, ഒരു വ്ളോഗ് ചെയ്യാനാണ് ക്ഷണം കൊടുത്തത്. പക്ഷെ അദ്ദേഹം മാവേലിയായിട്ട് നമ്മളെ വിസ്മയിപ്പിച്ചു. ചേട്ടന് വളരെയധികം താങ്ക്സ്. ഓക്കെ, അടുത്തതായി നമ്മൾ ഒരു ഉച്ചയ്ക്ക് 2 മണി 2:30 വരെ ഒരു വടംവലി മത്സരം നടത്തിയിരുന്നു. സൗഹൃദ മത്സരമാണ് നടത്തിയത്. ബേബി ആന്റണി ചാതിലി ചേട്ടന് വളരെയധികം നന്ദി. അതോടൊപ്പം നമ്മൾ 2 മണിക്ക് നടത്തിയ വടംവലി മത്സരത്തിൽ സൗഹൃദ മത്സരമാണ് വടംവലി മത്സരം നടത്തിയത്. അത് സ്ത്രീകളുടെയും പുരുഷന്മാരുടെയും ഉണ്ടായിരുന്നു. അതിൽ ഒരു എവറോളിംഗ് ട്രോഫി കൊടുക്കാനുണ്ട്. എവറോളിംഗ് ട്രോഫി എന്ന് പറയുന്നത് കൊമ്പൻസ് കൊടുക്കുന്ന നമ്മുടെ അകാലത്തിൽ വിട്ടുപോയ നമ്മുടെ പ്രിയപ്പെട്ട സുഹൃത്ത് എല്ലാ കാര്യത്തിലും ഇതേപോലെയുള്ള പ്രോഗ്രാമുകൾക്കൊക്കെയും മുൻപ് ഷൺമുഖചേട്ടൻ പറഞ്ഞ പോലെ എൻ്റെ വീടിൻ്റെ മുൻവശത്തുള്ള എൻ്റെ അമ്മാവൻ്റെ പറമ്പിൽ വെച്ച് ആദ്യമായിട്ട് നടത്തിയ നമ്മളൊരു ഓണാഘോഷ പരിപാടിയിൽ അതാണ് നമ്മുടെ തുടക്കം. അതിൽ ബിജുവേട്ടനാണ് എന്നെയും കൂടെ കൂട്ടി അങ്ങനത്തെ ഒരു പരിപാടി സംഘടിപ്പിച്ചത്. എന്നും മുന്നിൽ നിൽക്കുന്ന ബിജുവേട്ടൻ ചെറുറമ്മൽ ബിജുവേട്ടൻ, ശ്രീധർ എന്ന് പലർക്കും അറിയാം. ബിജുവേട്ടൻ എന്നാണ് ഞങ്ങളൊക്കെ വിളിക്കുന്നത്. ആ ബിജുവേട്ടൻ നമ്മളെ ആ കാലത്തിൽ വിട്ടുപോയ ബിജുവേട്ടൻ്റെ പേരിലാണ് ചെറുറമ്മൽ ബിജു മെമ്മോറിയൽ എവറോളിംഗ് ട്രോഫി. ആ ട്രോഫിയാണ് നമ്മൾ വടംവലി മത്സരത്തിന് 1ാം സമ്മാനമായി കൊടുക്കുന്ന ഒരു കൊല നേന്ത്രക്കൊലയും. ആ എവറോളിംഗ് ട്രോഫി നൽകുന്നതിനായി നമ്മുടെ ബിജു ചേട്ടൻ്റെ പ്രിയ പത്നി ഹെൽവി ചേച്ചിയെ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. അതോടൊപ്പം നമ്മുടെ സൗഹൃദ മത്സരത്തിൽ പങ്കെടുത്ത ആനത്തട കൊമ്പൻസ് വിജയിച്ചവർ മാത്രമല്ല, നമ്മൾ പങ്കെടുത്ത 3 ടീമിൽ എല്ലാവരും വന്ന് ട്രോഫി സ്വീകരിക്കണം. അതോടൊപ്പം ഒരു കൊല വാഴക്കൊലയുണ്ട്, നേന്ത്രക്കൊല, അതും സ്വീകരിക്കണം. എല്ലാവരും വേദിയിലേക്ക് വരണം. ആ 3 ടീമും വേദിയിലേക്ക് വരണം പ്ലീസ്. ആനത്തടം കൊമ്പൻസിന് ഈ ഒരു എവറോളിംഗ് ട്രോഫി കൈമാറുന്നതിനായി കൊമ്പൻസിൻ്റെ ഭാഗമായിട്ട് ഞാൻ തന്നെ അത് ഹെൽവി ചേച്ചിക്ക് കൈമാറുകയാണ്. ഈ ഒരു അത്യപൂർവ സുലഭ നിമിഷത്തിൽ എല്ലാവരും ഒന്ന് കൈയടിച്ച് പ്രോത്സാഹിപ്പിക്കണം. എല്ലാവരും പങ്കെടുത്ത എല്ലാവരും കയറി വന്നോളൂ. വടംവലി മത്സരത്തിൽ പങ്കെടുത്ത 3 ടീമുകളും സൗഹൃദ മത്സരമാണ്. അതുകൊണ്ടാണ് ഫസ്റ്റ് എന്നുള്ളത് എല്ലാവർക്കും ഉള്ള ട്രോഫി. കൊമ്പൻസിന് തന്നെയുള്ള ട്രോഫിയാണത്. കൊമ്പൻസ് കൊടുക്കുന്നു. അത് നമ്മുടെ ചെറുറമ്മൽ ബിജുചേട്ടൻ്റെ പേരിൽ ഉള്ള എവറോളിംഗ് ട്രോഫിയാണ്. ഒരു കൊല വാഴക്കുലയും നേന്ത്രക്കൊല. ഓക്കെ, അത് ട്രോഫി കൈമാറാം ചേച്ചി. ഇത്ര വലിയ വടംവലി മത്സരം നടത്തി അതിൽ വിജയം കരസ്ഥമാക്കിയ കൊമ്പൻസിന് ഇനി അതിലും വലിയ പ്രൈസ് ഉണ്ട്. ഒരു വലിയൊരു കാൽക്കല. അതാണ് വായിക്കുന്നത്.
ദൗത്യം നിർവഹിച്ച ബീച്ചറിൻ്റെ പേരിൽ അങ്ങനെ ഒരു ദൗത്യം നിർവഹിച്ച ഹെൽവി ചേച്ചിക്ക് വളരെയധികം നന്ദി, കൊമ്പൻസിൻ്റെ പേരിൽ നന്ദി അറിയിക്കുന്നു. ഇനി വേദിയിലിരിക്കുന്ന എല്ലാവർക്കും നന്ദി അർപ്പിക്കുന്നതിനായി നമ്മുടെ പോൾ ചേട്ടനെ വേദിയിലേക്ക് ക്ഷണിച്ചോളുന്നു. അതോടൊപ്പം തന്നെ നമ്മുടെ കൂടെ ഈ നാട്ടിലെല്ലാ കലാ കായിക സാംസ്കാരിക പ്രവർത്തനങ്ങൾക്കും കൂടെ കട്ടയ്ക്ക് കൂടെ നിന്നിരുന്ന രണ്ട് സുഹൃത്തുക്കൾ കൂടെ തോമസാണ്. ഖറാസിൻ തോമസിനെയും അതോടൊപ്പം നമ്മുടെ പ്രിയങ്കരനായ എന്ത് പരിപാടിക്ക് മുന്നിൽ കട്ടയ്ക്ക് നിൽക്കുന്ന നമ്മുടെ ഷാലുവിനെയും ഷാലു തീയങ്കോടൻ, ആ രണ്ടു പേർക്കും കൂടെ ഈ ഒരു വേദിയിൽ ബീച്ചറിനോടൊപ്പം തന്നെ ഈ ഒരു വേദിയിൽ ആ രണ്ടു പേർക്കും കൂടെ ഒരു അനുസ്മരണം രേഖപ്പെടുത്തുന്നു. താങ്ക് യു. അക്ഷയ് ആ വീഡിയോ ഒന്ന് പ്ലേ ചെയ്താൽ നന്നായിരുന്നു. യുവരശ്മിയിൽ നിന്ന് തുടങ്ങി ഇന്ന് കൊമ്പൻസ് ക്ലബിലേക്ക് എത്തി നിൽക്കുമ്പോൾ ഞങ്ങളോടൊപ്പം ചേർന്ന് നിന്നവർ, മണ്ണിൽ മറഞ്ഞെങ്കിലും കാലം മാറ്റാത്ത ഓർമ്മകൾ സമ്മാനിച്ച പ്രിയപ്പെട്ട കൂട്ടുകാരെ സ്നേഹപൂർവ്വം സ്മരണാഞ്ജലികളോടെ ഓർത്തുകൊണ്ട് കൊമ്പൻസ് അവതരിപ്പിക്കുന്നു ഓണനിലാവ് 2026. എല്ലാവർക്കും എൻ്റെ സ്നേഹം നിറഞ്ഞ ഓണാശംസകൾ. നാടിൻ്റെ ആഘോഷങ്ങൾ മാറ്റുകൂട്ടാൻ ആനത്തടം കൊമ്പൻസ് യുവ കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ സംഘടിപ്പിക്കുന്ന ഓണനിലാവ് 2K26 എന്ന മനോഹരമായ ഓണാഘോഷ പരിപാടി ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ ചടങ്ങിൽ സന്നിധിയായിരിക്കുന്ന എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ നന്ദി രേഖപ്പെടുത്തുന്നു. ഈ പരിപാടിയുടെ ക്ഷണം സ്വീകരിച്ച് നമ്മുടെ സ്നേഹം സ്വീകരിച്ച് ഇവിടെ എത്തിയ നമ്മുടെ സ്വന്തം ബഹുമാനപ്പെട്ട MLA തോമസ് ഉണ്ണിയാടൻ അവറുകൾക്കും പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീമതി റോസ്ലി ഫ്രാൻസിസിനും പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ശ്രീ ഷൺമുഖൻ പാലത്തിങ്കലിനും 5ാം വാർഡ് മെമ്പർ സിമ്മി പോളിനും ഞങ്ങളുടെ നന്ദി കൂട്ടായ്മയുടെയും നാട്ടുകാരുടെയും പേരിലും പ്രത്യേകിച്ച് നന്ദി അറിയിക്കുന്നു. നിങ്ങളുടെ സാന്നിധ്യം ആ ആഘോഷത്തിന് വലിയൊരു ഊർജം പകർന്നതാണ്. വേദിയിൽ അണിനിരക്കുന്ന പ്രശസ്ത കലാകാരന്മാർ ഓണംകളി പാട്ടുപാടാനും ചാക്യാർകൂത്തിനും മറ്റു നാടൻ പാട്ടിൻ്റെ കാര്യങ്ങൾക്കും എല്ലാം വരുന്ന എല്ലാ കലാകാരന്മാർക്കും അഡ്വാൻസായിട്ടാണ് നന്ദി രേഖപ്പെടുത്തുന്നു. ഇവിടെ ഞങ്ങളുടെ ക്ഷണം സ്വീകരിച്ച് ഇവിടെ എത്തിയിരിക്കുന്ന ഞങ്ങളെ വിസ്മയിച്ചതിന് നിങ്ങൾക്കെല്ലാവർക്കും ഹൃദയം നിറഞ്ഞ നന്ദി അറിയിക്കുന്നു. സംഘാടകർക്കും നാട്ടുകാർക്കും ഈ പരിപാടി എത്ര മനോഹരമായി വിജയിപ്പിക്കാൻ രാപ്പകൽ പ്രയത്നിച്ച ആനത്തടം കൊമ്പൻസ് കൂട്ടായ്മയുടെ എല്ലാ കൂട്ടുകാർക്കും ഇതിന് സാമ്പത്തികമായി സഹായിച്ച സ്ഥാപനങ്ങൾക്കും എല്ലാ നാട്ടുകാർക്കും ഒപ്പം ഈ ആഘോഷത്തിന് സന്നിധിയായിരിക്കുന്ന എല്ലാ പിന്തുണയും നൽകി എല്ലാ പ്രിയപ്പെട്ടവർക്കും എൻ്റെ വ്യക്തിപരമായ നന്ദി അറിയിക്കുന്നു. ഒരിക്കൽ കൂടി എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ തിരുവോണാശംസകൾ നേർന്നുകൊള്ളുന്നു. നന്ദി, നമസ്കാരം. അതോടൊപ്പം തന്നെ നമ്മളെ
ഔദ്യോഗികമായ പരിപാടികൾ അവസാനിച്ചിരിക്കുന്നു. നമ്മളെ ക്ഷണം സ്വീകരിച്ച് ഇവിടെ എത്തിയ ബഹുമാനപ്പെട്ട MLA അദ്ദേഹം നേരത്തെ പോയി. പഞ്ചായത്ത് പ്രസിഡന്റ്, വൈസ് പ്രസിഡന്റ്, അതോടൊപ്പം 5ാം വാർഡ് മെമ്പർക്കും ഹൃദയം നിറഞ്ഞ നന്ദി. ഓലനാടും പോലെ ചാഞ്ചാടും നീച്ചരിഞ്ഞാട് ഞാറ്റുമുടി കുത്തി താളത്തിൽ പാടണ പാട്ടു കേട്ട് നീയുറങ്ങ് പാട്ടു കേട്ട് നീയുറങ്ങ് അക്കണ്ടമിക്കണ്ടം മേലത്തെ കുഞ്ഞിക്കണ്ടം കണ്ടത്തിലോരത്ത് കുണ്ടും കൊത്തി ആയിലയില ചേമ്പില വിരിച്ചിട്ട് എന്നെ കിടത്തിട്ടും പോയതല്ലേ അമ്മയുടെ പാട്ടിൻ്റെ ഈരടി കേൾക്കുമ്പോൾ താനെയുറങ്ങുന്ന പൊന്നുണ്ണി ഞാൻ അമ്മയുടെ മാറിയിലെ ചൂടേറ്റുമയങ്ങാനും ഏറെ കൊതിയുണ്ട് പെറ്റോരമ്മേ വല്യവരമ്പിൻ്റെ തെക്കേ മൂലക്കല് തമ്പ്ര കൊട ചൂടി നിൽക്കണേ വാരിയെടുക്കാനും മാറോടു ചേർക്കാനും ഏറെ കൊതിയുണ്ട് പൊന്നും കട്ടേ ഇന്നുച്ച നേരല്ലേ കൊള്ളുന്ന വെയിലല്ലേ ഇക്കണ്ടം നട്ടു ഞാൻ കേറിയിടട്ടെ എന്നുണ്ണി കണ്ണന് പാല് തരാഞ്ഞിട്ട് മാറിലെ വേദന അടങ്ങളില്ലേ മാറിലെ വേദന അടങ്ങളില്ലേ ആഴിയം നെല്ലിൻ്റെ ഓലനാടും പോലെ ചാഞ്ചാടും നീച്ചരിഞ്ഞാട് ഞാറ്റുമുടി കുത്തി താളത്തിൽ പാടണ പാട്ടു കേട്ട് നീയുറങ്ങ് പാട്ടു കേട്ട് നീയുറങ്ങ് പാട്ടു കേട്ട് നീയുറങ്ങ്. ഒരു ബിഗ് ക്ലാപ്പ് കൊടുക്കണം. നമ്മൾ ആരും ആവശ്യപ്പെടാതെ തന്നെ ഇത്ര അർത്ഥവത്തായ ഒരു പാട്ട് പാടിത്തന്ന നമ്മുടെ മെമ്പറും വൈസ് പ്രസിഡന്റുമായ ഷൺമുൻ സാറിന് എല്ലാവരുടെയും ഭാഗം ഒരു ബിഗ് ക്ലാപ്പ്. ഒന്നും കൂടി സ്ട്രോങ്. അടുത്തതായി നമ്മുടെ 5ാം വാർഡ് മെമ്പറായ സിമി പോളിനെ ആശംസകൾ അർപ്പിക്കുന്നതിനായി വേദിയിലേക്ക് ക്ഷണിച്ചോളുന്നു. പ്രിയപ്പെട്ട ഈ പ്രോഗ്രാമിൻ്റെ അധ്യക്ഷൻ പ്രിയപ്പെട്ട ശരത്ത്, പ്രോഗ്രാം കൺവീനർ, അതുപോലെ തന്നെ ഇത് ആസൂത്രണം ചെയ്ത പ്രിയപ്പെട്ട ചെറുപ്പക്കാരായ ഷിബു മുതൽ പോള്, അക്ഷയ്, ജിജു, വേദിയിരിക്കുന്ന ഞങ്ങളുടെ ഏറ്റവും സ്നേഹനിധിയായ ഞങ്ങളുടെ പ്രിയപ്പെട്ട വൈസ് പ്രസിഡന്റ് ഷൺമുഖൻ അവറുകൾ, അതുപോലെ തന്നെ ഞങ്ങളുടെ പ്രിയപ്പെട്ട മെമ്പർ സിമി പോള്, ഏറെ സ്നേഹത്തോടെ ഏറെ സന്തോഷത്തോടെ ഇന്നിവിടെ ഈ പരിപാടി ആസ്വദിക്കാൻ എത്തിയിരിക്കുന്ന നമ്മുടെ പ്രിയപ്പെട്ട ആനത്തടത്തിലെ പ്രിയ കുടുംബാംഗങ്ങൾ, നമ്മുടെ ഇന്ന് കാലത്ത് ഇവിടെ കായിക പരിപാടികൾ ധാരാളം ഉണ്ടായിരുന്നു. നമ്മുടെ സ്വാഗത പ്രസംഗമായ ഷിബു പറഞ്ഞു. അപ്പോൾ അതിൽ സമ്മാനങ്ങൾ വാരിക്കൂട്ടി ഈ സമ്മാനങ്ങളൊക്കെ കൈപ്പറ്റാൻ ഏറെ ജിജ്ഞാസയോടെ എത്തിയിരിക്കുന്ന നമ്മുടെ കുഞ്ഞുമക്കൾ, ഏറ്റവും സ്നേഹം പ്രിയപ്പെട്ടവരെ, എന്തായാലും നിങ്ങളുടെ പേര് കലക്കി. ആനത്തടം കൊമ്പൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ
ഞാൻ സിമിയോട് ഇരുന്ന് പറയായിരുന്നു, ആനത്തടം എന്ന് പറഞ്ഞാൽ എന്തായാലും ആനേനെ പ്രതീക്ഷിക്കുമ്പോൾ എന്തായാലും കൊമ്പൻസ് മാത്രമല്ല നമ്മുടെ കൊമ്പികളും ഇതിനകത്തുണ്ട് എന്ന് ഈ സമയത്തിൽ ഏറെ സ്നേഹത്തോടെ പറയാണ്. എന്തായാലും നിങ്ങളുടെ ഈ കൂട്ടായ്മ, അതായത് നമ്മൾ ഒന്നിക്കുമ്പോഴാണ് നമ്മുടെ നാട്, നമ്മുടെ വീട്, നമ്മുടെ സമൂഹം നമ്മളെ ഒന്നിക്കുമ്പോഴാണ് അവിടെ സന്തോഷം ഉണ്ടാവുള്ളൂ അല്ലേ? നമുക്കിങ്ങനെ ഇവിടെ ഒന്നിച്ച് ഇവരൊരു 5-6 പേര് ഇതിന് മുൻകൈ എടുത്തെങ്കിലും കൂടി ഇതിന് അകമഴിഞ്ഞ് ഇവിടുത്തെ എല്ലാ വ്യക്തിത്വങ്ങളും സഹായം കൊടുത്തുകൊണ്ട് തന്നെയാണ് ഈ പ്രദേശം, ഈ പറമ്പ് ഇവിടെ നമ്മുടെ ശരത്ത് പറഞ്ഞു, ബെന്നി ജോൺസൺ അവരുടെ സ്ഥലം എന്തെന്ന് പറഞ്ഞു, അതൊക്കെ കംപ്ലീറ്റ് പുല്ലൊക്കെ ചെത്തി വെടുപ്പാക്കി നല്ല ഷീറ്റൊക്കെ ഇട്ട് കസേരകളൊക്കെ ഇട്ട് എല്ലാവർക്കും ഇരുന്ന് കാണാനായിട്ടുള്ളൊരു വേദിയാക്കി മാറ്റി. ഏറെ സന്തോഷമാണ് അതൊക്കെ. നമ്മൾ കൂട്ടായ്മ, നമ്മൾ ഒന്നിച്ച് നിന്നാൽ ഒന്നും ഉണ്ടാവില്ല. നമ്മൾ ഒരുമിച്ച് നിന്നാൽ എല്ലാം നടക്കും. സ്വീകരിച്ചോളൂ. ഓണാശംസകൾ അർപ്പിക്കുന്നതിന് വേണ്ടി ബഹുമാനപ്പെട്ട MLA ശ്രീ തോമസ് ഉണ്ണിയാണ്ടി സാറിനെ ക്ഷണിച്ചുകൊള്ളുന്നു.
സന്തോഷ് അവതരിപ്പിക്കുന്ന ഒരു സിംഗിൾ ഡാൻസ് ആണ്. നമ്മുടെ കുഞ്ഞു കൂട്ടുകാരിയെ ഡാൻസ് അവതരിപ്പിക്കുന്നതിന് സ്റ്റേജിലേക്ക് ക്ഷണിക്കുന്നു. മഞ്ഞുള്ള രാത്രി ചിരിയത് കണ്ടപ്പോ അയ്യോ നെഞ്ചിലൊരാടി അടിപിടിയുള്ള കളവാണി കൂന്തല് കണ്ടപ്പോ കണ്ണൊന്ന് ഉടക്കി ചിരിക്കല വേണ്ടി കല്യാണി നിന്റെ മാറത്തെ പുള്ളി എന്നെ നീ കുടിക്കില്ല കണ്ണിലെ നിറകണ്ട് കയ്യിലെ വളകണ്ട് കാലിലെ കുളിച്ചിട്ട് എന്നെ നീ കുടിക്കി അരയിലെ ഇറങ്ങാന്ന് മറക്കിട്ട് ഇതൊക്കെ പുളനിക്കിട്ട് മോഹങ്ങൾ അണപ്പൊട്ടി ഒഴുകുമ്പോൾ നോക്കലെ നീ ഒരു തീ നോട്ടത്തിൽ മുല കൊണ്ട് ചങ്കത് പെടക്കണ നോക്കല് നീ ഒരു തീ അടുത്തതായി ഒരു സോങ് അവതരിപ്പിക്കുന്നതിനായി നീലാഞ്ജനയെ സ്റ്റേജിലേക്ക് ക്ഷണിച്ചുകൊള്ളുന്നു. നീലാഞ്ജന. Yeah.
അവതരിപ്പിക്കുന്നതിന് വേണ്ടി അഭിനയ ടീം സഹോദരങ്ങള് ഒരുമിച്ച് കളിക്കുന്ന ഒരു ഡാൻസാണ്. ഒരു കുഞ്ഞി സഹോദരി ഉണ്ടായിരുന്നു ഇവിടെ കളിക്കാനായിട്ട്. എല്ലാവരും കൈയടിച്ച് പ്രോത്സാഹിപ്പിക്കണം കേട്ടോ. ട്രിപ്പ് ആവണ്ടല്ലോ. चली मैं चली
Hey!